CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിനായുള്ള അപേക്ഷ ശനിയാഴ്ച വരെ സമർപ്പിക്കാൻ കഴിയും എന്ന തരത്തിൽ വരുന്നു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഈ പുനർമൂല്യനിർണ്ണയത്തിൽ അനിശ്ചിതത്വം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെ വെബ്സൈറ്റിലെ സാങ്കേതിക തടസ്സം പരിഹരിക്കാൻ കഴിയാത്ത വിധം അങ്ങനെ പ്രശ്നങ്ങൾ. നിലവിൽ 56,000-ലധികം പേർ അപേക്ഷ നൽകിയതായി CBSE തന്നെ പറയുന്നു. എന്നാൽ പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CJP ശനിയാഴ്ച മറ്റന്നാൾ ദില്ലിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. അതിൻ്റെ കൂടി വിശദാംശങ്ങളുമായി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യം CBSE പുനർമൂല്യനിർണ്ണയവുമായി വരാം. അതിലും വലിയ പരാജയം സംഭവിക്കുന്നു, സാങ്കേതിക പിഴവുകൾ ഉണ്ടാകുന്നു, വലിയ ആക്ഷേപങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. അടിമുടി പ്രശ്നങ്ങളാണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് CBSEയുമായി ബന്ധപ്പെട്ട് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പരിഹാരമില്ല, നടപടിയില്ല. ശരത്, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി തന്നെ രാജ്യത്തെ വിദ്യാർത്ഥികളെയൊക്കെ തന്നെ വലയ്ക്കുന്ന ഒരു സാഹചര്യമാണ് CBSEയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നത്. കാരണം ഈ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തവണ OSM സംവിധാനം, അതായത് ഓൺലൈൻ സ്ക്രീനിങ് മാർക്കിംഗ് സംവിധാനമൊക്കെ ഏർപ്പെടുത്തുന്നു. പക്ഷേ ആ ഒരു സംവിധാനം പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു പോകുന്നു. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ നൽകാൻ കഴിയാത്ത തലത്തിലേക്ക് വലിയ പ്രതിസന്ധിയിലേക്കൊക്കെ തന്നെ വിദ്യാർത്ഥികൾ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എത്തിയൊരു സാഹചര്യമാണ് കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ മാസം 1-ാം തീയതി മുതൽ വെബ്സൈറ്റ് പൂർണ്ണമായി ഒരു സജ്ജമായിട്ടുണ്ട്. 1-ാം തീയതി മുതൽ വിദ്യാർത്ഥികളുടെ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാമെന്ന് CBSE അറിയിക്കുന്നു. പക്ഷേ എന്നാൽ പോലും 1-ാം തീയതിയും ഈ ഒരു വെബ്സൈറ്റ് വലിയ സാങ്കേതിക പ്രതിസന്ധി നേരിടുന്നു. അതിനുശേഷം 2-ാം തീയതി മുതലാണ് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ അപേക്ഷിക്കാൻ സാധിച്ചത്. എന്തായാലും ഇപ്പോൾ CBSE അറിയിച്ചിരിക്കുന്നത് ഈ ശനിയാഴ്ച വരെ വിദ്യാർത്ഥികൾക്ക് പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാൻ കഴിയുമെന്നാണ്. നിലവിൽ 56,000-ലധികം വിദ്യാർത്ഥികൾ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ സമർപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കേന്ദ്ര സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് ചില മുഖം രക്ഷിക്കൽ നടപടികൾ മാത്രമാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് CBSEയുടെ ഡയറക്ടറെ ഉൾപ്പെടെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ചില മുഖം രക്ഷിക്കൽ നടപടി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മൗനം വെടിയാൻ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊന്നും തയ്യാറായിട്ടില്ല. ഏതായാലും ഇതിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരുമ്പോഴാണ് CJP, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് പോകാൻ വിഷ്ണു, അതൊരു ആ മൂവ്മെന്റിൽ ആദ്യമായിട്ടല്ലേ വിഷ്ണു, ആ മൂവ്മെന്റിൽ ശനിയാഴ്ച ഒരു സമരവുമായി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന ആ ഒരു കൂട്ടായ്മ ഒരു പൊളിറ്റിക്കൽ ഡിമാൻഡുമായി സമരരംഗത്തേക്ക് വരുന്നു. ദീപ് കെ എന്ന അവരുടെ നേതാവ് അമേരിക്കയിൽ നിന്ന് ശനിയാഴ്ച ദില്ലിയിലെത്തുന്നു. ഇന്നലെ അവരതിനൊരു സംവിധാനം, ഒരു പ്ലാറ്റ്ഫോം, ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കി ദില്ലിയിൽ മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. അതിൽ മാധ്യമപ്രവർത്തകരുണ്ട്, അതുപോലെ ആക്ടിവിസ്റ്റുകളുണ്ട്, അങ്ങനെ പല കോണിൽ നിന്ന് ചലച്ചിത്ര പ്രവർത്തകരുണ്ട്. ഇവരെല്ലാം ചേർന്ന് ഒരു സംവിധാനം അതിന് വന്നു. ദീപ് കെ ശനിയാഴ്ച വരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ട് CJPയുടെ ആദ്യ സമരം ദില്ലി രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ഒരുപക്ഷെ ആ സമരം നടത്താൻ പോലും അനുവദിക്കാതെ അതിനു മുമ്പ് തന്നെ അറസ്റ്റും മറ്റും ഉണ്ടായേക്കാം എന്നതാണോ അവസ്ഥ? ശരത്ത്, അത്തരത്തിൽ തന്നെയാണ്. കാരണം CJP പാർട്ടി തുടക്കത്തിൽ സോഷ്യൽ മീഡിയയിലാണ് വലിയ തലത്തിൽ ട്രെൻഡിങ് ആവുകയും അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനുശേഷം ആദ്യമായിട്ടാണ് ഈ CJPയുടെ പാർട്ടി അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് എത്തിയതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്നലെയാണ് CJPയുടെ ആളുകൾ മാധ്യമപ്രവർത്തകരെ കാണുകയും ഒരു വാർത്താ സമ്മേളനമൊക്കെ തന്നെ നടത്തുകയും ചെയ്തത്. ഈ വരുന്ന 6-ാം തീയതി ശനിയാഴ്ച വലിയൊരു പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് CJP അറിയിച്ചിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് ദില്ലിയിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് പോലീസ് എത്രമാത്രം ഇതിന് അനുമതി നൽകുമെന്ന കാര്യത്തിൽ നമുക്ക് വലിയ സംശയങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് വിഷ്ണു, ഞാനൊന്ന് ഇടപെടുകയാണ്. ആ സമരത്തിന്റെ ശക്തി അത് 2 തലങ്ങളിൽ വേണം അളക്കാൻ. ഇപ്പോൾ വിഷ്ണു സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ദേശീയ വിവരങ്ങളാണ് ഗുഡ് മോർണിംഗ് കേരളത്തിൽ വിഷ്ണു തലവൂർ പങ്കുവച്ചത്. താങ്ക് യു വിഷ്ണു. അതായത് CJP
പിയുടെ സമരം അത് സമൂഹ മാധ്യമങ്ങളിൽ എത്രമാത്രം ചലനമുണ്ടാക്കുന്നു, അവരുടെ ആദ്യ സമരം അതിലേക്ക് എത്രമാത്രം ആളുകൾ ആ സമരത്തിൽ പങ്കാളികളാകാൻ എത്തുന്നു, സർക്കാർ, മോദി സർക്കാർ, BJP, ദില്ലി ഭരിക്കുന്ന BJP സർക്കാർ, ഈ രണ്ടു കൂട്ടരും ചേർന്ന സമരത്തെ എങ്ങനെ ഇല്ലാതാക്കാൻ, സമരത്തിന് മുമ്പേ ആ സമരക്കാരെ നീക്കം ചെയ്യും വിധത്തിലേക്കുള്ള നടപടികളുമായി പോകും. ഇതെല്ലാം രാജ്യം ഉറ്റുനോക്കുന്ന ശനിയാഴ്ചത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആദ്യ സമരം അത് മോദി സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ്. ഒന്ന് ഓർത്തു നോക്കൂ, രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയാണ് CBSEയുടെ പുനർമൂല്യനിർണ്ണയം. ആ പരീക്ഷാ മാർക്കിടൽ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. അതിൽ പുനർമൂല്യനിർണ്ണയം തീരുമാനിച്ചു. അതിനുവേണ്ടി വന്നിട്ടുള്ള സൈറ്റിൽ അടിമുടി പ്രശ്നങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങൾ, ശനിയാഴ്ചയാണ് അതിൻ്റെ അവസാന തീയതി, അപേക്ഷിക്കാനുള്ള അവസാന തീയതി. ഇപ്പോഴും കുട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയാത്ത വിധം സാങ്കേതിക പ്രശ്നങ്ങൾ ആ സൈറ്റിലുണ്ട് എന്ന പ്രശ്നം നിൽക്കുകയാണ്. അപ്പോൾ ഇനി അതിനുശേഷം എന്നാണ്, ശനിയാഴ്ചയാണ് ഈ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കേണ്ട അവസാന ദിവസം. പക്ഷേ എപ്പോൾ ഫലം പ്രഖ്യാപിക്കുമെന്ന് ഇപ്പോഴും പറയുന്നില്ല. രാജ്യത്തെ സർവകലാശാലകളിൽ ഇപ്പോൾ തന്നെ ബിരുദ പഠനത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ, അഡ്മിഷന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. CBSEയിൽ കുറഞ്ഞ മാർക്കുമായി കുട്ടികൾക്ക് ഇപ്പോൾ ഈ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസ്ഥ വരുന്നു. പുനർമൂല്യനിർണ്ണയം എപ്പോൾ പൂർത്തിയാക്കും, എപ്പോൾ ഫലം പ്രഖ്യാപിക്കുമെന്ന് പറയാത്ത നില. അങ്ങനെ അടിമുടി കുത്തഴിഞ്ഞ നിലയിൽ CBSE 12ാം ക്ലാസ്സിൻ്റെ പരീക്ഷാഫലവും അതിൻ്റെ പുനർനിർണ്ണയവും ഒക്കെ ആകെ കുരുങ്ങി മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. അവിടെയാണ് കേന്ദ്രമന്ത്രി, ചുമതലപ്പെട്ട മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി ഇപ്പോൾ CJPയുടെ സമരം കൂടി ശനിയാഴ്ച വരാൻ പോകുന്നത്. അത്തരം വിവരങ്ങളൊക്കെയാണ് പങ്കുവച്ചത്.